ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ് കണ്ടാലോ ഗൈസ്. സമയം 8 മണിയായി തോന്നുന്നു. നമ്മൾ എണീറ്റല്ലോ. ഇപ്പോൾ മെറ്റേണിറ്റി ലീവിലായതുകൊണ്ട് ഇങ്ങനെയൊക്കെ താമസിച്ചൊക്കെ എണീക്കാറ്. അല്ലെങ്കിൽ 7 മണിക്കാണ് ഡ്യൂട്ടി. അപ്പോൾ രാവിലെ പോകണം. ഇപ്പോൾ പിന്നെ വെക്കേഷൻ ആണല്ലോ, എൻജോയ് ചെയ്യാം. ഇവളാട്ടോ നമ്മുടെ അലാറം. ഹേയ് ഗായ്സ്, അപ്പോൾ വീണ്ടും ഒരു ഗുഡ് മോർണിംഗ്. എന്തൊക്കെയുണ്ട് വിശേഷം? ഇന്ന് നമ്മൾ ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാമെന്ന് വിചാരിച്ചാണ്. രാവിലെ എണീറ്റു, കാരണം ആള് രാത്രി കുറച്ച് നിർബന്ധമായിരുന്നു. അതുകൊണ്ട് രാവിലെയും നേരത്തെ എണീറ്റു. നോർമലി ഒരു 10 മണിയൊക്കെ ആവും എണീക്കാൻ. ഇന്ന് അത് വെച്ച് നോക്കുമ്പോൾ കുറച്ച് നേരത്തെയാണ്. 8:30 ആയിട്ടുണ്ട്. നല്ല വെയിലായിട്ടുണ്ട് പുറത്ത്, കണ്ടോ? അപ്പോൾ ഇന്നത്തെ ദിവസം എന്തൊക്കെയാണ് ഈ ലൈഫിൽ 2 പിള്ളേരുമായിട്ട് നടക്കുന്നതെന്ന് നമുക്ക് നോക്കാവേ. ഒരാൾ എണീറ്റ് കഴിഞ്ഞാൽ പിന്നെ പറയണ്ടല്ലോ, 2 പേരും എണീക്കും. രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ പിന്നെ കുറച്ചു നേരം ഇവർ രണ്ടുപേരോടുള്ളൊരു കളിയൊക്കെയാണ്. നമ്മളെപ്പോഴും കൂടെ തന്നെ ഇരിക്കണം, കാരണം ആൾക്കറിയില്ലല്ലോ എന്താ എപ്പോഴാണ് ചെയ്യുന്നതെന്ന് പറയാൻ പറ്റില്ല. അങ്ങനെ കുറച്ചു നേരം നമ്മൾ കൂടെയൊക്കെ കളിച്ചിരുന്ന്. മോളെ പൊതുവെ ഈ റൂമിൽ തൊട്ടിൽ തന്നെ കിടക്കാറ് കേട്ടോ, കാരണം 2 പേരെയും കൂടെ ഒന്നിച്ചിരുത്തുന്ന സമയം ആക്ച്വലി കുറവാണ്. കാരണം ആദ്യം ഇപ്പോഴും അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്ത് വന്നിട്ടില്ല, അല്ലെങ്കിൽ സ്നേഹം കൂടിയിട്ട് ഉപദ്രവമൊക്കെയാണ്. അപ്പൊ 2 പേരുടെയും കംഫർട്ട് നോക്കിയിട്ട് ഒരാളെ അമ്മയെ ഏൽപ്പിച്ച് കുറച്ചു നേരം, അപ്പോഴത്തേക്ക് ഇയാളെ നമ്മൾ നോക്കും. ഇപ്പം മറ്റേ ആളെ അമ്മ ബ്രഷ് ചെയ്യിപ്പിക്കാനും അങ്ങനെയൊക്കെ ആയിട്ട് കൊണ്ടുപോകുന്ന സമയത്താണ് നമ്മളെ ഇവിടെ എടുത്തുകൊണ്ട് വന്ന് കുറച്ചു നേരം കളിപ്പിക്കുന്നത്. അല്ലെങ്കിൽ ഈ കളിപ്പിക്കുന്നത് കാണുമ്പോൾ മറ്റേ ആൾക്ക് അസൂയാവുമല്ലോ. അങ്ങനെ കെട്ടിയൊണ്ടിയ വർക്ക് ഫ്രം ഹോമാണ്. ആളെ നമ്മൾ ഏൽപ്പിച്ചിട്ട് രാവിലത്തെ പ്രഭാത കർമ്മങ്ങളൊക്കെ ചെയ്യാം. നോർമലി ഇപ്പോൾ ഡെയിലി ദിവസങ്ങളെല്ലാം ഏകദേശം ഒരുപോലെ തന്നെയാണ്. രാവിലെ എണീക്കുന്നു, പിള്ളേരെ നോക്കുന്നു. അമ്മ എന്നെക്കാളും നേരത്തെ എണീക്കും കേട്ടോ. അമ്മയ്ക്ക് അതൊരു ശീലമാണ്, രാവിലെ വെളുപ്പിന് എഴുന്നേച്ചിട്ട്. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഇപ്പം കുറച്ച് വണ്ണം കൊടുക്കേണ്ട ചിന്തയിലായതുകൊണ്ട് രാത്രി ഇങ്ങനെ ഓവർനൈറ്റ് ഓട്സ് ഒക്കെ ഇട്ട് വയ്ക്കും, അല്ലെങ്കിൽ ബ്രെഡ് ഓംലേറ്റ്, അങ്ങനെ ലൈറ്റായിട്ട് എന്തെങ്കിലും. നമ്മളെ 3 പേരും അങ്ങനെ തന്നെ കഴിക്കാറ്. അതുകൊണ്ട് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്ന പണി വരത്തില്ല. അപ്പം നമുക്ക് കുറച്ച് കൂടുതൽ സമയം ഇവരുമായിട്ട് സ്പെൻഡ് ചെയ്യാനൂടെ കിട്ടുമല്ലോ. ഇതാണ് കേട്ടോ അവസ്ഥ. ഇച്ചിരി നേരം ഒറ്റയ്ക്ക് കിട്ടിയ ഈ ചാട്ടവും മറിയലും ഒക്കെയാണ്. അപ്പം ഞാൻ പറഞ്ഞ പോലെ കുറച്ചു നേരം നമ്മൾ ഒന്നിച്ച് പിള്ളേരും ഒക്കെ ആയിട്ട് കളിച്ചിരിക്കുമ്പോഴത്തേക്ക് നമ്മളെ ഉച്ചഭക്ഷണമാണ് നോർമലി ഇവിടെ കുറച്ച് ഹെവി ആയിട്ട് കഴിക്കുന്നത്. അപ്പം നമ്മളെ അമ്മ ഓൾറെഡി പരിപാടി തുടങ്ങും. എനിക്കങ്ങനെ കാര്യമായിട്ട് കുക്കിംഗ് ഒന്നും അറിയില്ല എന്ന് പറഞ്ഞാൽ അറിയാം, ചെയ്യാറില്ല. കാരണം അമ്മ കൂടെ ഉണ്ടല്ലോ, അതുകൊണ്ട് അമ്മ തന്നെ കൂടുതൽ കുക്കിങ്ങും. പിന്നെ പിള്ളേരെ നോക്കാൻ ഒരാളെപ്പോഴും ഇരിക്കണമല്ലോ. ഞാൻ കുക്കിന് പോയാൽ അമ്മ പിള്ളേരെ നോക്കണം. അമ്മ പിള്ളേരെ നോക്കണേ അമ്മയ്ക്ക് കുറച്ചുകൂടി എളുപ്പം കുക്കിംഗ് ആണ് ഇവരെ മാനേജ് ചെയ്യുന്നതിനേക്കാൾ. അതാണല്ലോ ടാസ്ക് പിടിച്ച പരിപാടി. ഞാൻ പറഞ്ഞില്ലേ, അമ്മ ഓൾറെഡി കുക്കിംഗ് പരിപാടി തുടങ്ങി. ഇന്ന് സത്യം പറഞ്ഞാൽ അങ്ങനെ ആക്ച്വലി വലിയ കുക്കിംഗ് പരിപാടി ഒന്നും ഇല്ല, കാരണം നമുക്ക് അത്യാവശ്യം കറിയൊക്കെ ഇരിപ്പുണ്ട്. ഞാനാണെങ്കിൽ അമ്മയോട് യൂട്യൂബിൽ ഒരു റെസിപ്പി കാണിച്ചു കൊടുക്കുകയാണ്. നമ്മൾ ഇത്തവണ ഫിഷ് മാർക്കറ്റിൽ പോയപ്പോൾ വാങ്ങിച്ച കുറച്ച് കൊഞ്ചുണ്ട്. അപ്പൊ ഷെഫ് പിള്ളയുടെ റെസിപ്പി നോക്കി നമുക്ക് കുറച്ച് പാൽക്കഞ്ച് ഉണ്ടാക്കിയാലോ എന്നാണ് ഞാൻ അമ്മയോട് പറയുന്നത്. കാരണം കുറെ നാളായിട്ട് ഫ്രിഡ്ജിൽ ഇരുന്നാൽ അതിന്റെ ടേസ്റ്റ് അങ്ങ് പോവില്ലേ. അപ്പൊ നമ്മൾ ഇന്നലെ പോയിട്ടേ ഉള്ളൂ. അപ്പൊ നെക്സ്റ്റ് ഡേ തന്നെ ഉണ്ടാക്കിയാൽ നമുക്ക് അതിന്റെ അടിപൊളി ടേസ്റ്റോടെ ഉണ്ടാക്കി കഴിക്കാമല്ലോ. കൊഞ്ച്, തേങ്ങാപ്പാല്, വെളുത്തുള്ളി, ഇഞ്ചി, ചെറിയ ഉള്ളി, കറിവേപ്പില, പച്ചമുളക്, കുരുമുളക്, ഉപ്പ്, ഇഞ്ചി വെളുത്തുള്ളി അരച്ചത്, പച്ചമുളക് ചതച്ചത്, മഞ്ഞപ്പൊടി. അരച്ചത് വേണം, അരിഞ്ഞത് വേണം. നമ്മള് ലാസ്റ്റ് ഞാൻ അമ്മയ്ക്ക് യൂട്യൂബ് നോക്കി എന്തൊക്കെ വേണമെന്ന് പറഞ്ഞു കൊടുക്കായിരുന്നേ. എനിക്ക് എന്തെങ്കിലും നമ്മൾ ചെയ്യാൻ അറിയാമെങ്കിൽ പോലും ഇപ്പൊ യൂട്യൂബ് നോക്കണം, അതാണ് അവസ്ഥ. അത് നോക്കിയാലേ ഒരു തൃപ്തി ഉണ്ടാവുള്ളൂ. എല്ലാ ദിവസവും നമ്മൾ ഉണ്ടാക്കുന്ന സാധനം തന്നെ ആയിരിക്കും, പക്ഷെ അടുത്ത തവണ ഉണ്ടാക്കാൻ നേരത്ത് യൂട്യൂബ് വീണ്ടും നോക്കണം. നിങ്ങൾ അങ്ങനെയാണോ? അമ്മ ഇവിടെ ഒരു കിടിലൻ ചിക്കൻ ഫ്രൈ ഉണ്ടാക്കുന്ന തിരക്കിലാണ്. ഞാൻ ഇടയ്ക്ക് എന്നിട്ട് എന്തെങ്കിലും ഹെൽപ്പ് വേണമെന്ന് ചോദിക്കായിരുന്നേ. അമ്മയ്ക്ക് എന്റെ സഹായം ഒന്നും ആവശ്യമില്ല അല്ലേ അമ്മ? എന്റെ സഹായം ആവശ്യമുണ്ടോ അമ്മയ്ക്ക്? തിന്നാനുണ്ട്, പിന്നെ മാത്രം മതി സഹായം. എന്നാലും ഞാൻ സഹകരിക്കും. പക്ഷെ പാൽക്കൊഞ്ച് ഉണ്ടാക്കാൻ തന്നെ വേണം. അതൊന്നും വേണമെന്നില്ല, എനിക്കറിയാം. ഇല്ല, പാൽക്കൊഞ്ച് ഉണ്ടാക്കാൻ തന്നെ വേണം. ബിക്കോസ് ലാസ്റ്റ് ടൈം ഞാൻ പാൽക്കൊഞ്ച് ഉണ്ടാക്കിയതായിരുന്നു ഇവിടെ, അടിപൊളി പാൽക്കൊഞ്ച്.
നമ്മള് എപ്പോഴാ നമ്മള് ലാസ്റ്റ് നമ്മുടെ നാട്ടിൽ പോയപ്പോ ഷെഫ് പിള്ളയുടെ കടയിൽ പോയായിരുന്നു. അപ്പൊ അവിടുന്ന് സ്റ്റാർട്ടർ ആയിട്ട് കഴിച്ചാണ്. അതായത് ഈ ഫസ്റ്റ് ലവ് എന്നൊക്കെ പറയില്ലല്ലേ എന്നെ, അതുപോലെ കഴിച്ചപ്പോ തന്നെ ഇഷ്ടപ്പെട്ട ഒരു സാധനം. അത് കഴിഞ്ഞ് ഞാൻ ഇതൊരു ട്രൈ നോക്കി. അപ്പൊ അതേപോലെ തന്നെ അതേ ടേസ്റ്റ്. കാരണം പുള്ളിയുടെ റെസിപ്പി കിടപ്പുണ്ടല്ലോ, ആനീസ് കിച്ചൺ അല്ലേ, ആനീസ് കിച്ചണിൽ പുള്ളി തന്നെ ചെയ്യുന്ന റെസിപ്പി ഉണ്ട്, നോക്കി ചെയ്തിട്ട് അതേപോലെ. നമ്മള് മീൻ മാർക്കറ്റിൽ പോയായിരുന്നു, ഡെയ്റ അല്ലേ, ദുബായ് ഫിഷ് മാർക്കറ്റിൽ പോയപ്പം നല്ല ഫ്രഷ് കൊഞ്ചെന്ന് വെച്ചാൽ നല്ല പെടക്കണ കൊഞ്ച് കിട്ടി. അപ്പം എന്തായാലും അത് വലിയ കൊഞ്ച് നമ്മള് 2 കിലോ വാങ്ങിച്ചു. അപ്പൊ അത് വെച്ച് എന്തായാലും ഇന്നലെ കുറച്ചെടുത്ത് വറുത്ത് ഇന്ന് പാൽക്കൊഞ്ച് ഉണ്ടാക്കാന്ന് വിചാരിച്ചു. പിന്നെ നമ്മൾ ഒന്നാന്തരം മെഴുകിയൊക്കെ തീയല് കൊഞ്ചിന്റെ ഒരു 5000 വിഭവം നമ്മള് വെച്ചത് തീർക്കുന്നതായിരിക്കും നമ്മൾ ഒറ്റയ്ക്ക്. ഇവിടെ ഏട്ടൻ കൊഞ്ച് കഴിക്കത്തില്ല, മീനേ കഴിക്കത്തില്ല. അമ്മയും ഞാനും മാത്രമേ ഉള്ളൂ കൊഞ്ച് കഴിക്കുന്നത്. അപ്പം നമ്മൾ തന്നെ ഇത് തിന്നു തീർക്കുന്നതായിരിക്കും 2 കിലോ കൊഞ്ചും. എല്ലാം ഉണ്ടാക്കി തരും. അമ്മ എല്ലാം ഉണ്ടാക്കി തരും, ഞാൻ കഴിക്കും, അത് സത്യം. പക്ഷേ അമ്മ ഈസ് എ മൾട്ടി ടാസ്ക്. അമ്മയുടെ ഈ ചിക്കൻ ഫ്രൈ എന്താമേ തട്ടുകട ചിക്കൻ ഫ്രൈ ആണ് അതൊന്നും എനിക്കറിയില്ല. ഏട്ടായി ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അമ്മ കഴിക്കുന്നവർക്കെല്ലാം ഇഷ്ടമാണ്. പിന്നെ ഈ 4 അടുപ്പിലാകുമ്പോ ഒന്നിച്ച് ഒരേപോലെ ജോലി ചെയ്യാം. അതാണ് ഞാൻ പറഞ്ഞ അമ്മ ഈസ് എ മൾട്ടി ടാസ്ക് ആണ്. ഞാനാണെങ്കിൽ ഒരെണ്ണം ചെയ്യാം, പിന്നെ അത് ഓഫാക്കിയിട്ട് അടുത്ത ചെയ്യാം. അതായത് ഞാനൊരു 3 മണിക്കൂർ കൊണ്ട് ചെയ്യുന്ന പണി അമ്മ ഒരു 1/2 മണിക്കൂർ കൊണ്ട് ചെയ്യുന്നതായിരിക്കും. പാൽക്കൊഞ്ചിനുള്ള ഐറ്റംസ് എല്ലാം എടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് രാഹുലിന് സ്പെഷ്യൽ ചിക്കൻ. അതാണ് മീൻസ് പുള്ളിക്കാരൻ മീൻ കഴിക്കാത്തതുകൊണ്ട് നമ്മൾ മീൻ കഴിക്കുമ്പോൾ എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടാകണമല്ലോ. അതാണ് ഈ തട്ടുകട ചിക്കൻ ഫ്രൈ. എവിടെ പോയാലും ചോദിക്കുവാണ്, കടയിൽ പോയാലും ഈ മൊരിഞ്ഞ കുഞ്ഞ് എല്ലില്ലാത്ത ചിക്കൻ ഉണ്ടോ ഫ്രൈ. അങ്ങനെ അമ്മ കണ്ടുപിടിച്ച റെസിപ്പിയാണിത്, സ്പെഷ്യൽ അമ്മാസ് റെസിപ്പി. ആ റെസിപ്പി വേണമെങ്കിൽ നമ്മളിത് ഇടുന്നതായിരിക്കും അല്ലേ. അമ്മയ്ക്കൊരു ഒരു 3 കൊല്ലം മുമ്പ് തൊട്ട് ഒരു കുക്കിംഗ് ചാനൽ തുടങ്ങണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. 2016 മുതൽ ഞാൻ പറയുന്നുണ്ട്. പക്ഷെ ചെയ്യാൻ അറിയത്തില്ല. ഓക്കെ, നമ്മള് യൂട്യൂബ് ചാനൽ തുടങ്ങി കൊടുക്കാന്ന് വിചാരിച്ചോ. എന്നാലും അമ്മ കുക്ക് ചെയ്യും, അത്രേ ഉള്ളു. നമ്മളെ വീഡിയോ എടുക്കുക, നമ്മൾ എഡിറ്റ് ചെയ്യുക, നമ്മൾ ഇടുക. ആ ടൈമില് അതിനൊന്നും പറ്റിയില്ല. അപ്പൊ ഇപ്പൊ അമ്മ നമ്മൾ എന്തായാലും തുടങ്ങിയല്ലോ, അപ്പൊ നമുക്ക് ഒരു കുക്കിംഗ് ഇടയ്ക്കൂടെ കൊണ്ടുപോവാം. അമ്മയുടെ ആഗ്രഹമല്ലേ അല്ലേ. പിന്നെ ഇതൊക്കെ അമ്മ ഇപ്പൊ നാട്ടിൽ കയറി പോയി കഴിയുമ്പോ ഇതൊക്കെ നോക്കി എനിക്ക് തന്നെ കുക്ക് ചെയ്യാലോ. നമ്മളെ ശരിക്കും പറഞ്ഞ യൂട്യൂബിലൊരു കുക്കിംഗ് ചാനലിലോരോന്നൊക്കെ നോക്കി കാണുമ്പോഴേ നമ്മള് അത് ഉണ്ടാക്കി നമ്മൾ ടെസ്റ്റ് നോക്കാറുണ്ട്. പക്ഷെ അതിനേക്കാൾ എന്ത് ടേസ്റ്റ് ആയിട്ടാ നമ്മൾ ഫുഡ് ഉണ്ടാക്കുന്നതെന്ന് ചിലപ്പോഴൊക്കെ നമുക്ക് തോന്നാറുണ്ട്. അമ്മ സ്വയം പൊക്കാണെന്ന് അല്ല, വിചാരിക്കരുത്. ഇവിടെ രാഹുലിന്റെ ഫ്രണ്ട്സും ഇപ്പൊ നിങ്ങളുടെ ഫ്രണ്ട്സും എല്ലാരും വരുമ്പോഴൊക്കെ പറയത്തില്ലേ അമ്മ ഒരു ചാനൽ തുടങ്ങണം എല്ലാരും പറയും. നമുക്ക് വേണമെങ്കിൽ അമ്മയുടെ ഒരു ചാനൽ സെപ്പറേറ്റ്, ഇത് ക്ലിക്ക് ആവുകയാണെങ്കിൽ സെപ്പറേറ്റ് അമ്മയുടെ ഒരു ചാനൽ പിന്നെ തുടങ്ങുന്നതിനെ പറ്റി ആലോചിക്കാം. ഇപ്പൊ ഇതിനകത്ത് തന്നെ നമുക്ക് സൈഡായിട്ട് കൊണ്ടുപോകാൻ അമ്മയുടെ കുക്കിംഗ് പരിപാടി സൈഡ് നിർത്തി സൈഡായിട്ട്. പിന്നെ ഇന്ന് വേറെ പ്രത്യേകിച്ച് കറിയൊന്നും വെക്കണ്ടേ, ഈ പാൽക്കൊഞ്ചും ചിക്കൻ ഫ്രൈയും മാത്രം മതി. കാരണം ഇന്നലത്തെ ചിക്കൻ കറി ഇരിപ്പുണ്ട്, പുളിശ്ശേരി ഇരിപ്പുണ്ട്. അപ്പൊ ഇപ്പൊ സംഭവത്തിന് സാധനങ്ങൾക്കൊക്കെ വില കൂടിയത് പ്രമാണിച്ച് നമ്മൾ ഒന്നും വേസ്റ്റ് ആക്കാൻ ഉദ്ദേശിക്കുന്നില്ല. എല്ലാം ഇന്നലത്തെ തന്നെ എടുത്ത് നമ്മള് അപ്പൊ തന്നെ കുറെ കറിയായില്ലേ. പുളിശ്ശേരി, തീയൽ ഇരിപ്പുണ്ട്, ചിക്കൻ കറി, ചിക്കൻ ഫ്രൈ, പാൽക്കൊഞ്ച് എല്ലാം കൂടെ വേണ്ട. പിന്നെ നമ്മുടെ വിഷുവിനിട്ട അച്ചാറുകളെല്ലാം ഇരിപ്പുണ്ട്. അപ്പൊ ഇതൊക്കെ തന്നെ മതി. ഇപ്പൊ സത്യം പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ ഒന്ന് സംസാരിക്കുന്നെങ്കിലും നോർമലി ഞാനും അമ്മയും കൂടെ കിച്ചണിൽ കയറിയ ഞങ്ങൾ തമ്മിലൊരു വഴക്കിലാണ് അവസാനിക്കാറ്. കാരണം എന്താന്ന് വെച്ചാൽ എനിക്ക് ഒട്ടും സ്പീഡില്ലല്ലോ. അമ്മയാണെങ്കിൽ പടപടാന്ന് ഓരോന്ന് ചെയ്യും, ഞാൻ ഇടയ്ക്ക് കിടന്ന് അത് ചെയ്യണം ഇത് ചെയ്യണം. അപ്പോൾ നോർമലി ഇടിയും വഴക്കാണ്. പിന്നെ ഞാനിതൊക്കെ പഠിക്കണ്ടേന്നുള്ളത് കൊണ്ട് അമ്മ ഇപ്പം എനിക്കൊന്ന് ഒഴിഞ്ഞു തരുന്നത്, നീ ഇതൊക്കെ ഒന്ന് ചെയ്ത് പടി അല്ലെങ്കിൽ കണ്ട് പഠിക്കുമെന്ന് പറഞ്ഞിട്ട്. അപ്പം ഞാൻ പാൽക്കൊഞ്ചിൻ്റെ പ്രിപ്പറേഷനിലാണ്. ഞാൻ ആ റെസിപ്പിയിൽ കണ്ട പോലെ തന്നെയാണ് മസാലയൊക്കെ ബ്രെഡ് ചെയ്ത് അതുപോലെ തന്നെയാണ്. അപ്പം ഞാനത് കൊടുക്കണ്ടല്ലോ, അതെന്തായാലും അതിനകത്ത് ഉണ്ട്. അതിനകത്ത് കണ്ട പോലെ തന്നെ വെളിച്ചെണ്ണയും വറ്റൽമുളകും വിർജിൻ കോക്കനട്ട് ഓയിലും യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതെല്ലാം യൂസ് ചെയ്ത് നല്ലോണം മസാല പുരട്ടിച്ചിട്ട് പാൽക്കൊഞ്ച് ഉണ്ടാക്കാന്നാണ് വിചാരിക്കുന്നത്. പക്ഷെ ചെയ്തു വന്നപ്പോൾ ഇതിനൊരു ട്വിസ്റ്റ് ഉണ്ട്. ഞാൻ അവിടുന്ന് കഴിച്ചത് ഒരു സ്റ്റാർട്ടറാണേ. സ്റ്റാർട്ടർ എന്ന് പറയുമ്പോൾ അറിയാലോ, അത് ഏറ്റവും ഗ്രേവി ഉണ്ടാവില്ല. നമുക്കിങ്ങനെ കൊഞ്ച് ഓരോന്നായിട്ട് എടുത്ത് കഴിക്കാം. നമുക്കിവിടെ അത് തികയില്ല. നമുക്ക് സാധനത്തിൽ ഒഴിച്ച് കഴിക്കാൻ കുറച്ച് ഗ്രേവി ആയിട്ട് വേണം.
അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് ഗ്രേവി ആയിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പം എക്സാക്റ്റ് ആ റെസിപ്പി അല്ല, ഇത് കുറച്ചുകൂടെ മാറ്റമുണ്ട്. ഇപ്പോൾ ഈ വീഡിയോ കാണുമ്പോഴാണ് ആലോചിക്കുന്നത്, പണ്ടൊക്കെ ഞാൻ ഈ മീൻ ചിക്കനൊന്നും കൈകൊണ്ട് തൊടില്ലായിരുന്നു കേട്ടോ. ഞാൻ മീൻ ഇപ്പോഴും കഴിക്കുന്നത് ഭയങ്കര കുറവാണ്. ഇതുപോലത്തെ കൊഞ്ച്, ഞണ്ട് അങ്ങനത്തെ ഉള്ള ഐറ്റംസ് അല്ലാതെ ഈ ചെതമ്പൽ കളയേണ്ട മീനുണ്ടല്ലോ, അത് ഞാൻ ഇപ്പോഴും കഴിക്കില്ല. അതിൽ നിന്ന് ഞാനിപ്പോൾ ഇതൊക്കെ കൈകൊണ്ട് തൊടുന്നൊരവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. മെയിനായിട്ട് ഇതൊന്നും പഠിക്കാത്തതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, ഞാൻ കല്യാണം കഴിച്ച ആളും ഇല്ല ചക്കിക്കൊത്ത ചങ്കരൻ എന്ന് പറയുന്ന പോലെയാണ്. നമ്മൾ രണ്ടുപേരും മീൻ കഴിക്കില്ല. ഞാൻ കഴിക്കുന്ന അത്രയും പോലും ആള് കഴിക്കില്ല. അതുകൊണ്ട് എനിക്ക് വീട്ടിൽ മീൻ എടുക്കുക, കുക്ക് ചെയ്യുക, അതിൻ്റെ ഒന്നും ആവശ്യം വരുന്നില്ല. ചിക്കൻ പിന്നെ എനിക്ക് ഇഷ്ടമാണ്, അത് ആള് അതും കൈകൊണ്ട് തൊടില്ല. പക്ഷെ എനിക്കത് കൈകൊണ്ട് തൊടുന്നതിനുള്ള അറപ്പം അങ്ങനെയൊന്നും ഇല്ല, അതൊക്കെ ഞാൻ കുക്ക് ചെയ്യും. പക്ഷെ മീനിൻ്റെ പരിപാടി നമുക്ക് ഇത്തിരി രണ്ടുപേരും പുറകോട്ടാണ്. പക്ഷെ ഇപ്പം മോന് മീൻ കൊടുക്കണമല്ലോ. ഞാൻ പാത്രം മാറ്റി എന്താണെന്ന് വെച്ചാലേ, അതിൽ സ്ഥലം ഉണ്ടായിരുന്നില്ല. അമ്മ ആദ്യമേ എന്നോട് പറഞ്ഞതായിടി വലിയ പാത്രത്തിൽ എടുക്കുന്നു. അപ്പോൾ എല്ലാ കൊഞ്ചും ഇങ്ങനെ കിടക്കുന്നു. ഞാൻ അനുസരിച്ചില്ല. അതാണ് ഇപ്പോൾ വീണ്ടും പാത്രം മാറ്റേണ്ടി വന്നത്. ഞാൻ പറഞ്ഞില്ലേ ഗ്രേവി ഉണ്ടാക്കണമെന്ന്, അതുകൊണ്ട് നമ്മൾ കുറച്ച് കൂടുതൽ തേങ്ങാപ്പാൽ ഒഴിച്ച് ഇങ്ങനെ വറ്റിച്ചെടുത്തത്. ഇതിന്റെ റെസിപ്പി മസ്റ്റ് ആയിട്ട് ഞാൻ ഇടാം. അത് അടിപൊളിയാണ് കാണാം. ഇത് മൊത്തം ഞാൻ അവനെ തിന്നെ വെച്ചു. അത് ഞാൻ ചുമ്മാ പറഞ്ഞല്ല കേട്ടോ. അമ്മ ഉണ്ടാക്കുന്നതിൽ എനിക്കും ഏട്ടായിക്കും ഏറ്റവും ഇഷ്ടമുള്ള ഐറ്റം ഈ ചിക്കൻ ഫ്രൈ ആണ്. പിള്ളേരുടെ പോലത്തെ കൊഞ്ചായെന്ന് അറിയത്തില്ല, നമുക്ക് കുറച്ച് ഗ്രേവി വേണമായിരുന്നു. ഇന്നലത്തെ ചിക്കൻ കറി ഉള്ളെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ കുറച്ച് ഗ്രേവി ആക്കി എടുത്തത്. മണമൊക്കെ കണ്ടിട്ട് കൊള്ളാം. പിന്നെ കൊഞ്ച് എങ്ങനെ വെച്ചാലും ടേസ്റ്റ് ആണല്ലോ. അതുകൊണ്ട് എൻ്റെ കൈപ്പുണ്യൊന്നും പറയുന്നില്ല. പുള്ളിയുടെ അതേ റെസിപ്പി ഒന്നും അല്ല കേട്ടോ. നമ്മൾ കുറച്ച് മാറ്റി പിടിച്ച് നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കി. അപ്പം ഇത് അതിലും ബെറ്റർ ആണല്ലോ, പുള്ളി കേൾക്കണ്ട. പക്ഷെ സംഭവം എന്തായാലും കൊള്ളാം. ഇനി നമുക്ക് ബാക്കിയെല്ലാം ചൂടാക്കി എടുത്തിട്ട് ഇനി ചോറിടാം. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കാര്യമായിട്ട് കഴിക്കാത്തതുകൊണ്ടേ ചോറ് പെട്ടെന്ന് ഇട്ട് എടുത്തിട്ടുണ്ടേ. പക്ഷെ ഇപ്പം അങ്ങ് വെങ്ങയായിട്ടായിട്ടുണ്ടായിരുന്നു. ചോറ് കൂടിയതുകൊണ്ട് അവിയൽ വെച്ച് കഴിക്കുക. അവിയൽ, ചെമ്മീൻ, ചിക്കൻ ഉണ്ടായിരുന്നു, തീർന്നു. ഞാനും വണ്ണം കുറയ്ക്കാനായിട്ട് കുറച്ച് ചോറും ഒത്തിരി കറിയും എടുത്തു. വണ്ണം കുറയ്ക്കേണ്ട സമയമായിരിക്കുന്നു. പിന്നെ നമ്മുടെ ഉച്ചയ്ക്കത്തെ പരിപാടി എല്ലാം കഴിഞ്ഞാൽ രണ്ടുപേരെയും നമ്മൾ കുറച്ചു നേരം കിടത്തി ഉറക്കും കേട്ടോ. അത് അവർക്ക് നല്ലതാണ്, കുറച്ച് കൂടുതൽ ഉറങ്ങുന്നത്. ആദ്യം കുഞ്ഞിലെ തൊട്ട് നമ്മൾ ശീലിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു ശീലമാണ്. പിന്നെ മോളാണേലും ഇപ്പം ആ സമയത്ത് ഉറങ്ങും. പക്ഷെ പ്രശ്നം എന്താന്ന് വെച്ചാൽ രണ്ടുപേരെ ഉറക്കാൻ പോയാൽ ആദ്യം ഉറങ്ങിപ്പോകുന്നത് ഞാനാണ്. ഇവരെപ്പോഴും ഉറങ്ങിയെന്ന് പോലും ഞാൻ അറിയില്ല. പക്ഷെ എനിക്ക് ഉച്ച ഉറക്കം അത്ര ഇഷ്ടമല്ല. ഉറങ്ങിക്കഴിഞ്ഞാൽ അന്നത്തെ ദിവസം ഫുള്ള് പോക്കാണ്. അതുകൊണ്ട് ആളെന്നെ ഒന്ന് വിളിച്ചാണേ. രണ്ടുപേരും ഫൈനലി ഉറങ്ങിയിട്ടുണ്ട്. ഇനിയാണ് കുറച്ച് മീ ടൈം. കുറച്ച് നേരം ടി വി കണ്ടിരിക്കാം. പിന്നെ നമ്മുടെ ബീലബാൻ ഫേമസ് ആണല്ലോ. ബീലബാനിൽ ഓഫർ കിടപ്പുണ്ട്. അപ്പോൾ ഉറങ്ങാൻ നേർക്ക് ആൾക്കും ഞാനൊരു ഓഫറൊക്കെ കൊടുത്തായിരുന്നു. എഴുന്നേൽക്കുമ്പോൾ ചോക്ലേറ്റ് വാങ്ങിത്തരാം എന്നൊക്കെ പറഞ്ഞാണ് കിടത്ത് ഉറക്കിയത്. അപ്പോൾ അത് ഓഫർ ഉണ്ടെന്ന് പറയുന്ന കേട്ടോ. ഉണ്ടെങ്കിൽ നമുക്ക് അതൊരെണ്ണം ഓർഡർ ചെയ്യാം. ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല സാധനം. ഹേട്ടാക്കി ഇപ്പോഴും വർക്ക് കഴിഞ്ഞിട്ടില്ല, വർക്ക് ഫ്രം ഹോം ആണെന്ന്. അപ്പോൾ ഇനി കുറച്ച് നേരം സ്വസ്ഥമായിട്ടിരിക്കാം. രണ്ടുപേരും ഉറങ്ങിക്കഴിഞ്ഞിട്ടാട്ടോ ഞാൻ ഈ ഫോണൊക്കെ എടുത്ത് എന്തെങ്കിലും എഡിറ്റ് ചെയ്യുന്നതോ അല്ലെങ്കിൽ റീൽസ് കാണുന്നേക്ക്. എൻ്റെ മെയിൻ കാരണം എന്താണെന്ന് വെച്ചാൽ, മോൻ്റെ മുന്നിൽ വെച്ച് ഫോൺ ഒരുപാട് എടുത്തിട്ട് എനിക്ക് പണി കിട്ടിയിട്ടുള്ളതാട്ടോ. നമ്മൾ നോർമലായിട്ട് അവൻ്റെ മുമ്പിൽ വെച്ച് ഫോൺ എടുത്ത് യൂസ് ചെയ്യും. പക്ഷെ പിന്നീട് ഞാൻ ശ്രദ്ധിച്ചെന്താന്ന് വെച്ചാൽ, അവനും നമ്മളെപ്പോലെ തന്നെ ഫോൺ വേണം, ഫോൺ നോക്കി ഇരിക്കണം, അങ്ങനെ പറഞ്ഞു തുടങ്ങി. അമ്മ ഫോൺ കാണുന്നുണ്ടല്ലോ, അച്ഛൻ ഫോൺ കാണുന്നുണ്ടല്ലോ എന്നൊക്കെ. അപ്പം ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണല്ലോ. അതുകൊണ്ട് തന്നെ അവനൊക്കെ ഉറങ്ങിക്കഴിഞ്ഞ് നമുക്കൊരു കുറച്ചു നേരം ഫ്രീ ടൈം കിട്ടുമ്പോഴാണ് ഞാൻ ഈ പരിപാടിയൊക്കെ ചെയ്യുന്നത്. അങ്ങനെ അല്ലെങ്കിൽ ആള് പുറത്ത് എന്തെങ്കിലും കളിക്കുമ്പോൾ ഞാൻ റൂമിൽ കയറിയിട്ടാണ് ഈ എഡിറ്റിംഗ് പരിപാടിയൊക്കെ ചെയ്യുന്നത്. ഒക്കെ എണീറ്റോ? പാപ്പു വേണ്ടേ? പാപ്പു വേണ്ടേ? നാനാണോ പാപ്പു? അപ്പോൾ ഉറക്കമൊക്കെ കഴിഞ്ഞ് ഒരാൾ എണീറ്റിട്ടുണ്ട് കേട്ടോ. ഇപ്പൊ ഇവളും കൂടെ ആയി കഴിഞ്ഞപ്പം ലൈഫിൽ നമുക്ക് ഭയങ്കര എക്സോസ്റ്റഡ് ആയിട്ട് തോന്നാറുണ്ട് ചില സമയത്ത്. അതായത് നമുക്ക് ഒട്ടും സമയം കിട്ടാത്തത് കണക്ക്. അതായത് രണ്ടുപേരെ നോക്കണ്ടേ. രണ്ടുപേരെന്ന് പറഞ്ഞാൽ ഒരാളുടെ കൂടെ നമ്മൾ ഫുൾ ടൈം വേണം,
മറ്റേ ആളും ആ ഒരു സ്റ്റേജിലൊക്കെ തന്നെയാണ് ഇപ്പം. അവൻ എന്ത് ചെയ്താലും നമ്മളെ കാണിക്കണം, നമ്മൾ കൂടെ ഇരിക്കണം എന്നൊരു സ്റ്റേജിലാണ്. കുറച്ചൊക്കെ ബുദ്ധിമുട്ടായിട്ട് തോന്നും. പിന്നെ ലൈഫ് അങ്ങനെയാണല്ലോ, നമ്മൾ ഓരോന്നൊക്കെ പഠിച്ചു വരും. ആളുടെ ഈ പ്രായവും കുറച്ച് പാടായിട്ട് തോന്നിയിരുന്നു. പക്ഷെ ഇപ്പം ഇവള് വന്നപ്പോൾ നമുക്ക് ഓൾറെഡി എങ്ങനെ മാനേജ് ചെയ്യണമെന്നൊക്കെ അറിയാവുന്നതുകൊണ്ട് കുറച്ചുകൂടെ ഈസിയാണ്. അപ്പം ഹസ്ബൻഡ് വർക്ക് ഫ്രം ഹോം ആണ്, അതുകൊണ്ട് ഫുൾ ടൈം ഈ ലാപ്ടോപ്പിൽ തന്നെ ആയിരിക്കും. പിന്നെ ആളും കൂടെ വീട്ടിലുള്ളപ്പോൾ അനക്കാണ്. അപ്പം ഞാൻ മെറ്റേണിറ്റി ലീവിലാണെങ്കിലും ഞാൻ മാത്രമേ ഉള്ളൂ വീട്ടിലെങ്കിൽ നമുക്കതൊരു കുറച്ച് ബുദ്ധിമുട്ടായി തോന്നുമല്ലോ. ഇത് കുറച്ചു നേരമെങ്കിലും രണ്ടുപേരെയും മാറ്റി മാറ്റി മാനേജ് ചെയ്യാനായിട്ട് വീട്ടിൽ ആവശ്യത്തിന് ആളുണ്ടല്ലോ. ഇവിടെ ഇപ്പം ഏറ്റവും കൂടുതൽ ഇടി നടക്കുന്നത് എന്തിനാണെന്നറിയാവോ? നമ്മൾ വാവ എടുത്തിരിക്കുന്ന കണക്ക് തന്നെ മോനും അവളെ എടുക്കണം. അവൻ നോക്കുമ്പോൾ നമ്മൾ എപ്പോഴും മടിയിൽ വെച്ചോണ്ടിരിക്കല്ലേ. അപ്പൊ അവൻ ചോദിക്കുന്നത് എന്റെ വാവയല്ലേ, ഞാനും മടിയിൽ വെക്കണ്ടേന്നൊക്കെയാ. എപ്പോഴും വെച്ചൊന്നും കൊടുക്കാറില്ല, അല്ലെങ്കിൽ വലിയ നിർബന്ധം പിടിപ്പിക്കാതെ ഞാൻ കൂടെ ഇരുത്തി കുറച്ചു നേരമൊക്കെ ഇത് മടിയിലൊക്കെ വെച്ച് കൊടുക്കും. അല്ലെങ്കിൽ പിന്നെ ആൾക്കും ഇതൊരു വിഷമാണല്ലോ. സേഫ് ആണോ എന്ന് ചോദിച്ചാൽ നമ്മൾ കൂടെ ഇരുന്നാൽ സേഫ് ആണ്, അല്ലെങ്കിൽ ഭയങ്കര ബഹളമാവും അത്. കാരണം അവനെ നോക്കുന്നില്ല, നമ്മൾ കുഞ്ഞിനെ പൊക്കിക്കൊണ്ട് നടക്കുന്ന ഒരു ഫീല് അത് തോന്നാതിരിക്കാൻ നമ്മൾ മാക്സിമം എപ്പോഴും എന്തുവാ പറ, എന്താന്ന് പറ. ഫ്രഞ്ച് ഫ്രൈസ് അത് എന്നാ ഇങ്ങോട്ട് നോക്കി. അവന് ഭയങ്കര ഇഷ്ടമുള്ളൊരു സ്വീറ്റാണ് ഈ ഡോനട്ട്. അത് വാങ്ങിച്ചു കൊടുത്താൽ അവൻ എക്സ്ട്രാ ഹാപ്പിയാണ്. വേറെ എന്തും കിട്ടുന്ന പോലെ അല്ല. ഇപ്പോൾ ഒക്കെ വൈകുന്നേരം ആയിക്കഴിഞ്ഞാൽ സമയം പോകുന്ന എങ്ങനെയാണെന്ന് അറിയില്ല കേട്ടോ. മോളൂട്ടി ഉണ്ടല്ലോ, ഇതുവരെ കമന്ന് വീണിട്ടില്ല. എനിക്ക് തോന്നുന്നു നമ്മൾ ഈ സോഫയിലൊക്കെയാണ് ആളെ കൂടുതൽ കിടത്തുന്നത്, അതുകൊണ്ടായിരിക്കും. നാട്ടിലാണെങ്കിൽ നമ്മൾ വിരിച്ച താഴെയൊക്കെ കിടത്താറില്ലേ, ഇവിടെ താഴയിൽ കിടത്താൻ പറ്റില്ല. കാരണം അപ്പം തന്നെ വേറൊരാളും കൂടെ ചാടുമല്ലോ. അപ്പം കമന്ന് വീഴാത്തതിൻ്റെ ഒരു കൺസേൺ ഒക്കെ എനിക്ക് ആദ്യം ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ഇത്തവണ ഡോക്ടറിൻ്റെ അടുത്ത് ചെന്നപ്പോൾ ചോദിച്ചു. അപ്പോൾ പറഞ്ഞത് ഇടയ്ക്കിടയ്ക്ക് ഒരു ടമ്മി ടൈം കൊടുത്താൽ മതി. അപ്പോൾ തല പൊക്കുന്നുണ്ടെങ്കിൽ നോർമലാണ്, 4 month ആയ കുട്ടി റോൾ ചെയ്യണം, അങ്ങനെ നിർബന്ധമൊന്നും ഇല്ലെന്നാണ്. ആദ്യകുട്ടനെ എന്തൊക്കെയോ പറയുന്നുണ്ട്. അതായത് ആൾക്ക് സെന്റർ ഓഫ് അട്രാക്ഷൻ ആവണം, അതാണ് ഇവിടുത്തെ മെയിൻ പോയിന്റ്. നമ്മൾ രണ്ടുപേരും അവനെ തന്നെ നോക്കി അവൻ പറയുന്നത് കേട്ടൊക്കെ ഇരുന്ന അവനാണ് ഭയങ്കര ഹാപ്പി. അപ്പൊ പിന്നെ ആൾക്ക് കുരുത്തക്കേടൊന്നും ഉണ്ടാവില്ല. എനിക്ക് തോന്നുന്നു പിള്ളേരുടെ ഈ ഒരു 3 to 4 ഇയറിൽ അവർക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് ഈ സെന്റർ ഓഫ് അട്രാക്ഷൻ ആണെന്ന്. അവരെല്ലാം ചെയ്യുന്നത് അട്രാക്ഷൻ പിടിച്ച് വാങ്ങിക്കാനാണ്. അതുകൊണ്ട് നമ്മൾ നോർമലി എല്ലാ ഈവനിങ്ങും ഇങ്ങനെ വൈകിട്ട് ഒരു ചായ കൂടി സമയത്ത് ഇങ്ങനെ ഇരിക്കും. അപ്പം അവനോട് കാര്യം പറഞ്ഞ് അവൻ എന്താ പറയാനുള്ളത്, അവൻ പാട്ട് പാടുന്നത് കേട്ട് അവന് മോളോട് കുറച്ചുകൂടി ഇന്ററാക്റ്റീവ് ആവാൻ വേണ്ടിയിട്ട് അനിയത്തി വാവയാണ്, ചക്കരയാണ്, മോന്റെ അനിയത്തി വാവയാണ്, ഇങ്ങനെയൊക്കെ പറഞ്ഞു കൊടുക്കലാണ് ഇപ്പോഴത്തെ മെയിൻ പരിപാടി നമ്മുടെ. എന്ത് രസമല്ലേ ഈ കുഞ്ഞുങ്ങളുടെ ഈ ഒരു ബിഗിനിങ് സ്റ്റേജ്. രണ്ടുപേരും കൂടെ ഉള്ള ഭയങ്കര ഇന്നസെന്റ് ആണല്ലോ. ഞാൻ എപ്പോഴും ആലോചിക്കും, എനിക്കൊരു ബ്രദർ ഉണ്ട്, അപ്പൊ ആ ഒരു മുമ്പത്തെ ടൈം എങ്ങനെയായിരുന്നു എന്നൊക്കെ ഞാൻ എപ്പോഴും ആലോചിക്കും. നമ്മളും കുഞ്ഞിലെ ഇതുപോലെ ഭയങ്കര ബോണ്ടിങ് ആയിരുന്നു കാണുമല്ലോ. അമ്മ എപ്പോഴും എന്നോട് പറയും, ഞാൻ കുഞ്ഞായിരുന്നപ്പോൾ അവനെ ഭയങ്കരമായിട്ട് കെയർ ചെയ്യായിരുന്നു, ഇതുപോലെ അടുത്തിരുന്നിട്ട്. അപ്പൊ എനിക്കും ഇപ്പൊ ഇവർ രണ്ടുപേരെയും കാണുമ്പോൾ എന്റെ ഒരു ചൈൽഡ്ഹുഡ് ഓർമ്മയാണ് വരുന്നത്. ഇങ്ങനെ പൊക്കിക്കൊണ്ട് നടക്കേണ്ട അവസ്ഥയാണല്ലോ. ഇങ്ങനെ പൊക്കിക്കൊണ്ട് നടക്കേണ്ട അവസ്ഥയാണല്ലോ. അതിക്ക് എല്ലാരോടും ഹായ് പറയണം. വേറെന്ത് പറയണം? ഹായ് ഗൈസ്, സുഖാണോ ചെയ്തത് എല്ലാവർക്കും? അയ്യോ, ഇങ്ങനൊന്നും കാണിച്ച ആർക്കും ഇഷ്ടമല്ല കേട്ടോ. അങ്ങനെ ആയിട്ട് ഇതെന്തുവാ? ലവ്. അത് ലവ്. ഞങ്ങൾക്കിപ്പോ ഇതൊന്നും അറിയത്തില്ല. ഒരു ഉമ്മ ഇതൊക്കെ ബേബിക്ക്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ആളിതുവരെ കമന്ന് വീണിട്ടില്ലെന്ന്. അപ്പൊ അതുകൊണ്ട് നമ്മള് വൈകുന്നേരങ്ങളിൽ ഇതുപോലെ കുറച്ചു നേരം താഴെ കിടത്തു കേട്ടോ. പക്ഷെ ഇവിടുത്തെ മെയിൻ പ്രശ്നം എന്താണെന്ന് വെച്ചാ താഴെ കിടന്നു കഴിഞ്ഞാൽ പിന്നെ ആൾക്ക് മൂവ് ചെയ്യേ വേണ്ട. ഇങ്ങനെ ആകാശത്തോട് നോക്കി എന്തൊക്കെയോ ഓർത്ത് ഇങ്ങനെ കിടക്കും. പിന്നെ ആൾക്ക് അനക്കുണ്ടാവില്ല. പിന്നെ നമ്മളെല്ലാരും കൂടെ ചുറ്റും ഇരുന്ന് ഇങ്ങനെ കളിപ്പിച്ചുകൊണ്ടിരിക്കും. ഞാൻ എൻ്റെ മെറ്റേണിറ്റി ലീവ് ഫുൾ ടൈമേ ഇവളുടെ കൂടെ തന്നെ ഇരിക്കാൻ, അല്ലെങ്കിൽ ഈ മക്കളുടെ കൂടെ തന്നെ ഇരിക്കാൻ ശ്രമിക്കാറുണ്ട്. കാരണം ഇപ്പം മോൾ എന്തോരം ടൈനിയാണ്, ഇച്ചിരിയല്ലേ ഉള്ളൂ.
ഈ ഒരു ഫേസ് നമുക്കിനി പിന്നീട് കിട്ടില്ലല്ലോ എന്ന് ഓർക്കുമ്പോൾ അവരുടെ കൂടെ തന്നെ ഇരിക്കാൻ തോന്നും. പിന്നെ മോനാണെങ്കിലും നെക്സ്റ്റ് ഇയർ സ്കൂളിൽ പോകും. അപ്പം ഞാൻ എന്താ ആലോചിക്കുന്നതെന്ന് വെച്ചാൽ ഇവരൊക്കെ വളർന്നുകൊണ്ടിരിക്കല്ലേ, പെട്ടെന്ന് നമ്മുടെ അടുത്ത് നിന്ന് മാറിപ്പോവും. കുറച്ചുകൂടെ കഴിഞ്ഞാൽ ഇവർക്കും സമയം ഉണ്ടാവില്ല, നമുക്ക് സമയം ഉണ്ടാവും. അപ്പോൾ ഇവർക്ക് നമ്മുടെ കൂടെ ഇരിക്കാൻ സമയം ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ മെറ്റേണിറ്റി ലീവ് ഞാൻ പറഞ്ഞ കണക്ക് എനിക്കും ഈ പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ അങ്ങനത്തെ തിങ്സ് ഒക്കെ വരും. നോർമലാണത്. നമ്മളെപ്പോഴും ഫേസ് ഔട്ടായിട്ടിരിക്കും, മൂഡ് ഓഫ്, ചില സമയത്ത് കരച്ചില്, ചില സമയത്ത് സങ്കടം, ഫുൾ ടൈം സന്തോഷമായിട്ട് ഇരിക്കാൻ പറ്റില്ല, ഫുൾ ടൈം കുഞ്ഞിൻ്റെ കൂടെ ഇരിക്കുമ്പോൾ നമുക്കൊരു മീ ടൈം ഇല്ലേ, നമുക്ക് അങ്ങനെയൊക്കെ തോന്നും. എനിക്കും ഉണ്ട്. പക്ഷെ ഞാൻ പർപ്പസ്ഫുള്ളി ഇങ്ങനെ ചിന്തിക്കാൻ നോക്കും. അതായത് മക്കള് ഭയങ്കര കുഞ്ഞായിട്ട് ക്യൂട്ടായിട്ട് ഇപ്പോഴല്ലേ ഉള്ളൂ, അപ്പം നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ടൈം അവരുടെ കൂടി ഇരിക്കാം. അതായത് ഞാൻ അങ്ങനെ തന്നെ ഹാപ്പി ആയിട്ട് ഇരിക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടേയിരിക്കും. കാരണം ഇതൊക്കെ നമ്മുടെ മെൻ്റൽ ഹെൽത്ത് ആണല്ലോ. നമ്മൾ നമ്മുടെ മനസ്സിനെ ഫോഴ്സ്ഫുള്ളായിട്ട് ചിന്തിക്കാൻ നോക്കുന്നത് അത് നടക്കുമെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതായത് നമ്മുടെ മൈൻഡ് നമ്മളെ കൊണ്ട് ഇങ്ങനെ ചിന്തിപ്പിക്കും, ഇങ്ങനെയൊക്കെയാണ്, നീ എക്സോസ്റ്റഡ് ആണ്, നിനക്ക് മീ ടൈം ഇല്ല. അപ്പം ഞാൻ തിരിച്ച് അങ്ങനെയൊന്നും അല്ല, എൻ്റെ മക്കളുടെ കൂടെ ഇരിക്കുന്ന ടൈമാണിത്, ഇവരുടെ കൂടെ ഇരിക്കുമ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. അത് അങ്ങനെ നമ്മൾ ചിന്തിച്ചു തുടങ്ങുമ്പോൾ നമുക്ക് ആ ഒരു ഡിഫറൻസ് ശരിക്കും മനസ്സിലാവും കേട്ടോ. അപ്പോൾ നമുക്ക് ആ ഡിപ്രഷൻ അങ്ങനെയൊന്നും നമ്മളെ പോവാതിരിക്കാൻ നമുക്ക് തന്നെ നമ്മുടെ മൈൻഡിനെ ഒന്ന് സെറ്റ് ചെയ്യാൻ പറ്റും. ഡോക്ടർ പറഞ്ഞ പോലെ നമ്മൾ കുറച്ചു നേരം ടമ്മി ടൈം ഒക്കെ കൊടുക്കും കേട്ടോ. ആളിപ്പോൾ മുമ്പത്തെ പോലെ അല്ല, നല്ലോണം തല പൊക്കിയിരിക്കും കേട്ടോ. മുമ്പ് താന്ന് കൈ ഇങ്ങനെ വായിൽ വെക്കാനുള്ള ശ്രമമൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ പക്ഷെ തല നല്ലോണം ഉയർത്തി, നല്ല ഡിഫറൻസ് ഉണ്ട് നമ്മൾ ഈ ടമ്മി ടൈം കൊടുക്കാൻ തുടങ്ങിയപ്പോൾ. പിന്നെ ക്യാമറ, അതെന്താണ് അതിന്റെ ടെക്നിക്ക് എന്ന് എനിക്ക് അറിയില്ല കേട്ടോ. ക്യാമറ എവിടെ കണ്ടാലും കണ്ണ് അതിനകത്ത് തന്നെ ആയിരിക്കും. അതിന്റെ ടെക്നിക്ക് എന്താ, നിങ്ങൾക്ക് വല്ലതും അറിയാവോ? കമലിന് വീണല്ല, കമത്ത് ഞാൻ കിടത്തിയപ്പോ തല പൊക്കി കിടക്കുന്ന കണ്ടോ ഞാൻ ചോദിച്ചു. ഞാൻ വിചാരിച്ചു ഇപ്പൊ എപ്പോഴും തല പൊക്കി ഇരിക്കുവല്ലേ. അല്ല, അവന് തല പൊക്കി കുറച്ചാണ് Hello friends. How are you? കടിക്കല്ലേ ഓയിലൊന്നും വെച്ച് ബേബിയെ കളിപ്പിക്കണ്ടല്ലേ. കളിപ്പിക്കണ്ടല്ലേ ബേബി നോക്കുന്നുണ്ടോ? ആദ്യമാണ് നോക്കുന്നത്. തിരിച്ചുണ്ട് എന്തോ ആദി വെയിറ്റ്. കേക്ക് കൊണ്ടുവന്നു. കേക്ക് മമ്മിക്ക് തരണേ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇവിടുത്തെ ഫേമസ് ബി ലബാൻ, എല്ലാവർക്കും അറിയായിരിക്കും. ഇപ്പൊ നാട്ടിലുണ്ടല്ലോ സൈൻ ലബാൻ എന്നൊക്കെ പറഞ്ഞിട്ട്. ഇവിടെ പക്ഷെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓഫർ വരും കേട്ടോ. കംപ്ലീറ്റ് ഐറ്റംസിനും 50% ഓഫ് വരും. നമ്മൾ അങ്ങനെ ഉള്ളപ്പോഴേ വാങ്ങിക്കാറുള്ളൂ എന്ന് വെച്ചാൽ ഞാൻ ആക്ച്വലി ഇത് ഫസ്റ്റ് ടൈം ആണ് വാങ്ങിക്കുന്നത്. കഴിഞ്ഞ തവണ ഓഫർ വന്നപ്പോഴും വാങ്ങണമെന്ന് വിചാരിച്ചതാണ്. പക്ഷെ ഇത്തവണ എന്തായാലും അങ്ങ് വാങ്ങിച്ചു, 2 കൽപ്പിച്ച്. കാരണം ഇത് കണ്ട് കൊതി വിട്ടിട്ട് വാങ്ങിക്കാതിരിക്കാൻ പറ്റണ്ടേ. പക്ഷെ സംഭവം പറയാതിരിക്കാൻ വയ്യ കേട്ടോ. നല്ല കിടിൽ ഐറ്റം ആയിരുന്നു. ഞാൻ 2 ഐറ്റം വാങ്ങിച്ചു. ഇതാണ് അവരുടെ മോസ്റ്റ് ഫേമസ് ആയിട്ടുള്ള ഐറ്റം. ആദ്യം കൊഷാരി എന്ന് പറഞ്ഞിട്ട് അത് ഫുള്ള് എനിക്കതാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത്. പിന്നെ ഞാൻ കൂടെ വാങ്ങിച്ചത് ഇതിൻ്റെ രണ്ടാമത് വാങ്ങിച്ചതിൻ്റെ പേര് ശരിക്കും എനിക്ക് ഓർമ്മയില്ല. സ്ട്രോബെറി ഒക്കെ ഇട്ടിട്ടുള്ളൊരു ഐറ്റം. അതിനേക്കാളും എനിക്കിതാ ഇഷ്ടപ്പെട്ടത്. ഇത് നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു കേട്ടോ, നിറയെ പിസ്തയൊക്കെ ഇട്ടിട്ട് അടിപൊളിയായിരുന്നു. എനിക്ക് ഷുഗർ ആയതുകൊണ്ട് ഞാൻ ഐസ്ക്രീം എടുക്കുന്നില്ല, ഇത് മാത്രമേ എടുക്കുന്നുള്ളൂ. ഫ്രഷ് ക്രീമാ. എങ്ങനെയുണ്ടമ്മേ? സാധനം കിട്ടില്ലാണ്. കേക്കാണോ? എന്താ ഇതിന്റെ പേര്? കൊഷാരി. ലബൻ കൊഷാരി. ലബാൻ കൊഷാരി, ദ വേൾഡ് ഫേമസ് ഐറ്റം. വയറിലാവാനായിട്ട് പറയാനൊന്നുമില്ല. ഇതാട്ടോ ഞാൻ പറഞ്ഞ രണ്ടാമത് വാങ്ങിച്ച ഐറ്റം. ഇത് ഇഷ്ടപ്പെട്ടു എന്ന് ചോദിച്ചാൽ ഇത് കുറെ സ്ട്രോബെറി ഉണ്ടായിരുന്നു കേട്ടോ. സ്ട്രോബെറിക്ക് പുളിയായിരുന്നു. എനിക്ക് തോന്നുന്നു മധുരമായിരുന്നെങ്കിൽ ഇത് കുറച്ചുകൂടെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നതാണ്. പിന്നെ വേറെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ ക്വാണ്ടിറ്റി കുറച്ച് കുറവായിരുന്നു. ഇതൊക്കെ പെട്ടെന്ന് തീർന്നു പോയി. മറ്റേത് നമ്മൾ ഫ്രിഡ്ജിലൊക്കെ വെച്ച് അടുത്ത ദിവസമൊക്കെ കഴിച്ചത്. പക്ഷെ ഇത് ഇരുന്നില്ല, ഇച്ചിരി ഉണ്ടായിരുന്നുള്ളൂ. ടപ്പേന്ന് നമ്മൾ 3-4 പേര് സ്പൂണിട്ട് അങ്ങ് എടുത്തപ്പോഴത്തേക്ക് തീർന്നു പോയി.
പക്ഷെ 2 ഐറ്റവും ഒരു തവണയൊക്കെ വാങ്ങിച്ച് ട്രൈ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയൊക്കെ ഉള്ളൂ. പിന്നെ ഇത് കഴിഞ്ഞിട്ടുള്ള വീഡിയോസ് ഒന്നും അങ്ങനെ എടുക്കാൻ പറ്റിയില്ല. ഒരു ഫുൾ വീഡിയോ ഒക്കെ എടുക്കാൻ ട്രൈ ചെയ്യണം ഇനി. ഇപ്പം ഞാൻ തുടക്കമല്ലേ, പഠിച്ചു വരുന്നല്ലേ ഉള്ളൂ. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ പെട്ടെന്ന് തന്നെ കാണാം കേട്ടോ.